സമയത്ത് ഒരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മളുള്ളത് അല്ലുല എന്ന് പറയുന്ന സ്ഥലത്താണ്, സൗദി അറേബ്യയിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോണത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലത്തെ പാം ഫാം ആണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അല്ലുല ഓൾഡ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ലൈം സ്റ്റോൺ റോക്കുകൾ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. കൊത്തിവെച്ച പോലെയാണ് എല്ലാതും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കാറ്റുമാണ് ഇവിടെ. എത്ര നല്ലോണം വൃത്തിയാക്കി വെച്ചാലും പിന്നെയും വണ്ടിമേലൊക്കെ പൊടി പിടിക്കും. നമ്മളൊരു 3 ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും പോകാനായിട്ട് ബസ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ എത്തിയതിന് ശേഷവും കുറച്ച് കാത്തു നിന്നു. നല്ല കാറ്റായതുകൊണ്ട് വേഗം നമ്മൾ ഓടി ബസ്സിലേക്കൊക്കെ കയറി. അതിന് ശേഷം നമ്മൾ ഓൾഡ് ടൗണിലേക്ക് പോവാണ്. നല്ല രസമുണ്ട്. മതിൽ തന്നെ നോക്കി നല്ല രസമല്ലേ. നമ്മളെത്തി ആക്ച്വലി. അല്ലുല ഓൾഡ് ടൗൺ ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു വ്യൂ പോയിന്റ് കാണാനാണ് പോകാനിരുന്നത്. പക്ഷെ പോണ വഴിക്ക് ജിഷ്ണുവാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഇവിടെയും കൂടി കയറിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞത്. അതെന്തായാലും വളരെ നല്ലൊരു തീരുമാനമായി. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഓൾഡ് ടൗൺ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. പക്ഷേ ഉച്ച നേരമായതുകൊണ്ട് ചെറിയൊരു വെയിലുണ്ടായിരുന്നു. പിന്നെ കാറ്റുള്ളത് കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ആയി പോയി. പിന്നെ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഈവനിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സൺലൈറ്റിൽ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ രാത്രി ആകുമ്പോൾ ലൈറ്റപ്പ് ചെയ്ത് കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ അറബിക്കഥകളിലൊക്കെ മാത്രം കണ്ടിട്ടും കേട്ടിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റി. ഇത് വളരെ പ്രാചീനമായിട്ടുള്ളൊരു ടൗണാണ്. 12th സെഞ്ച്വറിയിലൊക്കെ ഈ ടൗൺ ഉണ്ട്. ഒരു 6th സെഞ്ച്വറി തൊട്ടൊക്കെ ഈ ടൗൺ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. എനിക്കിതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് തൊടാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കൊതിയുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ആവേശത്തിൽ ചാടിക്കയറി പോയതാണ്. ചിലപ്പോൾ എടുക്കാനൊന്നും പാടുണ്ടാവില്ലേ, ചിലപ്പോൾ അറിയില്ല. ഇവിടെ നോക്കി കണ്ട കുഴപ്പമില്ല. ഐസോ അവിടെ ഒരു ഗ്രാമഫോൺ എന്താ ഇഷ്ടോ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഗ്രാമഫോൺ. അങ്ങനെ അവിടെ ഇരിക്കേണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടും തൊട്ടൊക്കെ ആസ്വദിച്ചു. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വലിയ ഭരണികളെ നന്നങ്ങാടി എന്നാണ് പറയുക. ഇവിടെ എന്താണ് പറയാന്ന് അറിയില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇവിടുത്തെ ഈ ബിൽഡിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മഡ് ബ്രിക്ക് കൊണ്ടാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു കിണറാണ്. ഈ കാണുന്നതെല്ലാം വീടുകളാണ്. ഒരു 900 വീടുകളൊക്കെ ഇവിടെ ഉണ്ട് ഈ മഡ് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഏരിയ മാത്രമല്ല, ഇത് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇനിയും കുറേ മഡ് ബ്രിക്ക് ഹൗസസൊക്കെ അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇതിവിടുത്തെ പുരാതനമായൊരു പള്ളിയാണ്. അങ്ങനെ പള്ളിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കലേ ഭയങ്കരമായൊരു കാറ്റ് വന്നു, ശരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെ. ഇവിടെ എങ്ങനെയാണ് വല്ലാത്തൊരു കാറ്റ് അപ്രതീക്ഷിതമായിട്ട് വരും. മധുരനമ്പുരക്കാറ്റ് എന്നുള്ള സിനിമയിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാറ്റ് കണ്ടിട്ടുള്ളൂ. നല്ല രസമുള്ള സ്ഥലമല്ലേ. അവരെന്താ വെയിലത്ത് പോയി അവിടെ പോയിരുന്നേ. ഓ നല്ല ഫ്രെയിമടാ, നോക്കിയേ. അങ്ങനെ നല്ല ഫ്രെയിമിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പിന്നെയും നടന്നു തുടങ്ങി. ചൂട് ഇത്തിരി ഉള്ളത് കൊണ്ട് എല്ലാവർക്കും നല്ല ദാഹമായിട്ട് നമ്മൾ പണ്ടത്തെ ടൈപ്പ് പെപ്സിയുടെ ബോട്ടിൽ നിന്ന് പെപ്സിയൊക്കെ കുടിച്ച് തിരിച്ച് നടന്നു. ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 900 മഡ് ബ്രിക്ക് ഹൗസസ് ആണ് ഉള്ളത്. അതല്ലാണ്ട് 400 ഷോപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഷോപ്പുകളൊക്കെ അവർ ചെറുതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ തരത്തിലുള്ള ഷോപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഡൈനിങ് ഏരിയാസ്, കഫേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൊവനീർ ഷോപ്സും ആൻറ്റിക് ഷോപ്സൊക്കെ ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ സ്വന്തം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന വീടുകളും കടകളും ഒക്കെ ഇപ്പം നമുക്ക് വെറും കാഴ്ച വസ്തുക്കളാണ്. നമ്മുടെ വീടുകളും കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ കാഴ്ചവസ്തുക്കളാവും. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട് എന്നുള്ള ആരോ കണ്ടത്. ഫോർട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
നിങ്ങൾ ഇത് കാണുക, ഇതാണ് ശരിക്കും ഓൾഡ് ടൗൺ. മറ്റേത് ഓൾഡ് ടൗൺ ഇതൊക്കെ ചെയ്തെടുത്തേക്ക. ഇത് ആക്ച്വലി ഇങ്ങനെ കാണുന്നതേ ഗൾഫിലുള്ളവർക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കും. അത്ര അധികം. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയുടെ ഇടയിൽ ഒന്ന് വണ്ടി നിർത്തി. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാഞ്ഞതുകൊണ്ട് വൈകിട്ടായപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബർഗർ ഷോപ്പാണ് കിട്ടിയത്. മലയാളി റെസ്റ്റോറൻറ്റ്സോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ വളരെ കുറവുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ബർഗർ എന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹരത് വ്യൂ പോയിന്റ് കാണാനാണ്. പെട്ടെന്ന് തന്നെ ഈ റോക്കുകളുടെയൊക്കെ ഒരു സ്വഭാവം മാറി മൊത്തത്തിലൊരു കരിങ്കല്ല് പോലെയായി. സീ ലെവലിൽ നിന്ന് 1219 മീറ്റർ അബോവ് ആയിട്ടാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. ഇത് ആക്ച്വലി ഒരു വോൾക്കാനിക് മൗണ്ടൻ ആണ്. കറുത്ത ചെറിയ ചെറിയ പാറകളാണ് നിറച്ചുള്ളത്. എങ്ങടെ പോണ്? അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലെത്തി. ഒന്നും പറയാനില്ല, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ടീം ഫുഡ് കഴിക്കാൻ നിർത്താഞ്ഞത് കൊണ്ട് അവരൊരു ഇത്തിരി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല തെങ്ങന്തോപ്പ് കാണാമല്ലോ. അതുപോലെയാണ് ഇവിടെ പാം ഫാം. ഈ കാണുന്ന സ്ഥലത്തേക്ക് ആക്ച്വലി പോകാൻ പാടില്ല. അവിടെ ഒരു ഫെൻസൊക്കെ ഉണ്ട്. അങ്ങനെ സേഫ്റ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട് ആൾക്കാർക്കൊരു പ്രത്യേക കൗതുകമാണ്. പക്ഷെ വളരെ ഡേഞ്ചറസ് ആണ്. ഒരു കാറ്റടിച്ചാൽ കൂടെ അങ്ങോട്ട് തെറിച്ചു വീഴും. അത്രയും കാറ്റുമായിരുന്നു അവിടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നല്ല പച്ച മലകളാണ് കാണാൻ പറ്റുക. ഇവിടെ അത് ബ്രൗൺ ആണ്. നല്ല പച്ചമലകളുള്ള സ്ഥലങ്ങളും സൗദിയിലുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. നമ്മളടുത്ത് എങ്ങടാ പോണ്? നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലം നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ വെള്ളം ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെയാണോ ഇനി മരുപ്പച്ച എന്ന് പറയാമെന്ന് നമുക്കറിയില്ല. മഴ പെയ്തതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെന്നാണ് ജിഷ്ണു പറഞ്ഞത്. മഴ ഇത്തിരി കൂടി കഴിയുമ്പോൾ ഇതുപോലെ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിയിട്ടൊരു വെള്ളച്ചാട്ടമായിട്ട് മാറാറുണ്ട്. റീസെൻ്റ്ലി അതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം സ്ഥിരം ഒഴുകണ ഒരു ഏരിയ ആണെന്നാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഒഴുകി പോകാനായിട്ടൊരു സ്ട്രക്ചറൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വളരെ ഒരു വ്യത്യാസം തോന്നിയത്, നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു മലയിലേക്കൊക്കെ കയറാനായിട്ട് കുറേ അധികം ഹെയർ പിന്നും കുറേ സമയമൊക്കെ വേണ്ടി വരുന്ന പോലെ തോന്നാറുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ്. പെട്ടെന്ന് തന്നെ മേലേക്ക് എത്തും, അതുപോലെ തന്നെ പെട്ടെന്ന് താഴേക്കും എത്തും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കലെ കണ്ടൊരു കാഴ്ചയാണ് ഇതെന്ന് നമ്മൾ ഇത്തിരി പേടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും എടുത്തിട്ട് പോകേണ്ടതാണ്. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് താഴെ ഇറങ്ങുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇവിടെയും കൂടിയും കയറാമെന്ന്. ഈ ഏരിയ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും സൺലൈറ്റ് അടിക്കുമ്പോഴത്തെ ആ ഒരു ഭംഗിയും ഇല്ലാത്തതിൻ്റെ ആ ഒരു വ്യത്യാസവും. പിന്നെ ഇവിടുത്തെ ഈ മണലിൽ നടക്കുക എന്ന് പറഞ്ഞാൽ കാണുന്ന അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എലിഫൻറ്റ് റോക്കാണ്. അവിടെ നമുക്ക് സൺസെറ്റിന് മുന്നേ എത്തണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എത്തുകയും ചെയ്തു. പക്ഷെ നമ്മുടെ കൂടെയുള്ള ടീമിന് പാർക്കിംഗ് കിട്ടാണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സൺസെറ്റിൽ ആ വ്യൂ മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മറ്റേ സൈഡിലേക്ക് നടക്കുകയാണ്. കാരണം ആ സൈഡിലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവാന്ന് നമുക്ക് മുന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിലേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന വീഡിയോസിൽ ഒരു പ്രധാനിയാണ് ഇവൻ. 52 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതൊരു നാച്ചുറൽ സാൻഡ്സ്റ്റോൺ മോണോലിത്താണ്. 500 തൊട്ട് 600 മില്യൺ ഇയേഴ്സ് പഴക്കമുണ്ട് ഈ സ്ട്രക്ചേഴ്സിന്. അതിനു മുന്നേ ഈ ഏരിയ ഒക്കെ കടലിൻ്റെ അടിയിലായിരുന്നു. അവിടെ നിന്ന് സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ കാറ്റൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ഇതുപോലത്തെ ഷേപ്പുകളൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എലിഫൻറ്റ് റോക്കിനോടും ബൈ ബൈ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ആംബിയൻസ് മാത്രമല്ല ഫുഡും ഇവിടുത്തെ അടിപൊളിയായിരുന്നു. ഞാൻ സൗദിയിൽ വന്നേ പിന്നെ കഴിച്ച ഷവർമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആയിരുന്നു. Wow.
ഇതെന്താ ബ്രിഞ്ചാളം അയ്യോ അപ്പോൾ താങ്ക് യു അതെടുത്ത് ഇതെനിക്ക് ഇഷ്ടമായിട്ടാണ് നന്നാ ഇത് ടേസ്റ്റ് ഉണ്ട് ഏതാ ഇതെല്ലാം കാണണ്ട എന്നിട്ട് ഇഷ്ടേ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ മടക്കയാത്ര തുടങ്ങാൻ പോവാണ്. രാത്രി ഫുൾ ഒരു 8-9 അവേഴ്സ് ജേർണി ഉണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ. പോണ വഴിക്ക് കണ്ട ഒരു പെട്രോൾ പമ്പാണ് ഇത്. നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഇവിടുത്തെ ആംബിയൻസ്. നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ഇടയിലൊക്കെ ഒന്ന് നിർത്തി കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ മുംബൈയിലെ ക്വീൻസ് നെക്ലസ് പോലെ ഉണ്ടെന്ന് പറയായിരുന്നു ഞാൻ. പിന്നെ ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെയാണ് 2 ദിവസം മുന്നേ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തീ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല അറ്റാക്ക് അങ്ങ് ഉണ്ടായതാണോ എന്ന്. അങ്ങനെ സൺറൈസ് ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ നമ്മുടെ ജേർണിയുടെ ഫൈനൽ ഫേസിലേക്ക് എത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അല്ലുലയിൽ ഇനിയും കുറേ കാണാൻ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്